കാർഗിൽ വിജയ് ദിവസ് രജത ജൂബിലി ആഘോഷം ജൂലൈ 26-ന് നടക്കും. ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി വെള്ളിയാഴ്ച രാവിലെ 8:30-ക്ക് തൊടുപുഴ ലാൻസ് നായിക് സന്തോഷ് കുമാർ പാർക്കിന് മുന്നിലെ യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രം അർപ്പിച്ച് രാജ്യത്തിനു വേണ്ടി ജീവത്യാഗം ചെയ്ത ധീരജവാന്മാർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കും. 1999 നടന്ന ഇന്ത്യ-പാകിസ്ഥാൻ യുദ്ധത്തിൽ ഭാരതം വിജയം നേടിയതിനെ തുടർന്നാണ് എല്ലാ വർഷവും ജൂലൈ 26 വിജയ് ദിവസായി ആഘോഷിക്കുന്നത്. അന്നത്തെ യുദ്ധത്തിൽ രാജ്യത്തിനു വേണ്ടി 527 ധീരജവാന്മാരാണ് ജീവൻ ത്യജിച്ചത്. അഖില ഭാരതീയ പൂർവ്വ സൈനിക് സേവാ പരിഷത്ത് ഇടുക്കി ജില്ലയും ന്യൂമാൻ കോളേജ് 18 കേരള NCC ബറ്റാലിയനും സംയുക്തമായാണ് ഈ വരുന്ന 26-ന് തൊടുപുഴയിൽ കാർഗിൽ വിജയ് ദിവസ് രജത ജൂബിലി ആഘോഷവും വിദ്യാർത്ഥി സംഗമവും സംഘടിപ്പിക്കുന്നത്. ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി വെള്ളിയാഴ്ച രാവിലെ 8:30-ക്ക് തൊടുപുഴ ലാൻസ് നായിക് സന്തോഷ് കുമാർ പാർക്കിന് മുന്നിലെ യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രം അർപ്പിച്ച് രാജ്യത്തിന് വേണ്ടി ജീവത്യാഗം ചെയ്ത ധീരജവാന്മാർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കും. മെയ് 3-ാം തീയതി 1999 തുടങ്ങിയിട്ട് 26 ജൂലൈ 1999 ഇന്ത്യയുടെ വിജയത്തോടുകൂടി പരിസമാപ്തി ഉണ്ടാവുകയുണ്ടായത്. ഈ യുദ്ധത്തിൽ ഇന്ത്യയുടെ ഏതാണ്ട് 527ഓളം ധീര ജവാന്മാർ രാജ്യത്തിന് വേണ്ടി വീരമൃത്യു വരിക്കുകയുണ്ടായി. ഔദ്യോഗികമായ കണക്കുകൾ പ്രകാരം പാകിസ്ഥാനിന്റെ ഏതാണ്ട് 4000-ത്തിലധികം ജവാന്മാർ നഷ്ടപ്പെട്ടതായാണ് പറയുന്നത്. ലോകം തന്നെ കണ്ടിട്ടുള്ളതിൽ വെച്ചുള്ള ഏറ്റവും വലിയ ഒരു ഹൈ ആൾട്ടിറ്റ്യൂഡ് വാർഫെയർ ആയിരുന്നു കാർഗിൽ യുദ്ധം. അന്നേ ദിവസം ന്യൂമാൻ കോളേജിൽ നടക്കുന്ന വിദ്യാർത്ഥി സംഗമം മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്യും. ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള NCC കാഡറ്റുകൾ പങ്കെടുക്കുന്ന പരിപാടിയിൽ റിട്ടയർഡ് എയർ വൈസ് മാർഷൽ PK ശ്രീകുമാർ VSM വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്യുമെന്നും മുതിർന്ന യുദ്ധഭടന്മാരെ ചടങ്ങിൽ ആദരിക്കുമെന്നും സംഘാടകർ പറഞ്ഞു. ഇടുക്കി പ്രസ് ക്ലബ്ബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പൂർവ്വ സൈനിക് പരിഷത്ത് ജില്ലാ പ്രസിഡന്റ് CG സോമശേഖരൻ, സെക്രട്ടറി TP ചന്ദ്രശേഖരപിള്ള, റിട്ടയർഡ് ലഫ്റ്റനന്റ് കേണൽ സോദരി CK, S ബാബുരാജ് പിള്ള, ക്യാപ്റ്റൻ പ്രജീവ് C മാത്യു എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. Al Azhar Group of Institutions, 16 institutions offering 56 plus programs serving 7,000 plus students. Al Azhar, the most versatile campus in South India since 2002. KM Musa Haji, founder, chairman, Al Azhar Group of Institutions, Todupuzha, had a profound vision of providing high quality education to the youth. He wished to elevate the underprivileged and minority communities of the Idukki district by offering exceptional educational facilities. Located in the greenest city of Kerala, Al Azhar offers an adorable environment for learning with 127 acres extensive campus, molding generations from kindergarten to masters. Public school, College of Arts and Science, College of Paramedical Science, Training College, Teacher Training Institute, College of Engineering and Technology, Polytechnic College, Law College, College of Pharmacy, College of Nursing, College of Allied Health Sciences, School of Nursing, Dental College, and Al Azhar Medical College and Super Specialty Hospital. Well-developed infrastructure, separate hostel for boys and girls, transportation facilities to major cities and towns nearby, advanced technologies, and expert faculty team, maintaining quality and contributing success, shining light, smiling bright. Al Azhar Group of Institutions, Todupuzha.